നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലെഫിൻ്റെ ഒരു TWS ഇയർഫോൺസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്ലെഫിൻ്റെ TWS മീൻസ് ട്രൂലി വയർലെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും TWS ഇയർഫോൺസ്, TWS ഹെഡ്ഫോൺസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രൂലി വയർലെസ് ആണ്. നമ്മുടെ ആപ്പിളിൻ്റെ ഇയർപോഡ് എന്ന് പറയുന്നത് ഒരു ട്രൂലി വയർലെസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലെഫ് ഒരു ട്രൂലി വയർലെസ് ആയിട്ടുള്ള ഇയർബഡ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ ബോസിൻ്റെ ഇയർ സെറ്റുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്ലെഫിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു റിവ്യൂ മെയിൻലി മാക്സിമം ഷോർട്ട് ടൈമിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ അവസാനം വരെ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പ്രൈസ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. 3999 രൂപയാണ് ക്ലെഫിൻ്റെ ഈ ഒരു ഇയർഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങളപ്പോൾ വിചാരിക്കും 4000 രൂപയുണ്ടല്ലോ എന്നുള്ളത്. ഈ 4000 രൂപ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് 4000 രൂപയ്ക്കുള്ള കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഇയർഫോണിൻ്റെ പാക്കേജിങ് വെച്ച് തന്നെ തുടങ്ങാം. ക്ലെഫിൻ്റെ നോർമൽ എല്ലാ ഇയർഫോൺസും വരുന്നത് പോലെ തന്നെ ഒരു റെഡ് കേസിൻ്റെ അകത്താണ് ഈ ഒരു സാധനം വരുന്നത്. അത് തുറക്കുന്ന സമയത്ത് ചെറിയൊരു ചാർജിങ് കേസിൻ്റെ അകത്താണ് നമ്മുടെ ഈ 2 ഇയർബഡ് ഇരിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ആക്സസറീസ് ആയിട്ട് ഒരു ചാർജിങ് പോർട്ടുമാണ് തരുന്നത്. സോ നമ്മുടെ ചാർജിങ് കേസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ക്ലെഫിൻ്റെ ആ ഒരു കേസ് എന്ന് പറയുന്നത് ഇതൊരു ചാർജിങ് കേസാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത സമയത്ത് ഈ ഒരു ഇയർഫോൺസ് നമുക്ക് ഈ ഒരു കേസിൻ്റെ അകത്തേക്ക് വെക്കുന്ന സമയത്ത് ഈ കേസിൽ നിന്നുള്ള ബാറ്ററി ഉപയോഗിച്ച് ഇത് റീചാർജ് ആവും. അതായത് എയർപോഡിൻ്റെ അതേ ഒരു മെക്കാനിസം തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മാറ്റ് ബ്ലാക്ക് രീതിയിലാണ് ഈ ഒരു കേസ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കേസ് തുറക്കുന്ന സമയത്ത് നമ്മുടെ 2 ഇയർബഡും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർബഡിൻ്റെ അകത്ത് 2 LED ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇയർബഡ് നോക്കുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. നോർമലി ക്ലെഫ് ഇങ്ങനത്തെ ഡിസൈൻസ് ഒന്നും കൊണ്ടുപോകാറില്ല. നല്ലൊരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഇയർഫോൺ വയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒന്ന് സ്റ്റക്കായി നിൽക്കും. അതായത് ഒരു മാഗ്നറ്റിക് കേസാണ്. അതുകൊണ്ട് തന്നെ ഇളകി പോകത്തോ തെറിച്ച് പോകത്തോ ഒന്നുമില്ല. അതുമാത്രമല്ല നിങ്ങളുടെ ഇയർഫോൺസ് സുരക്ഷിതമായിട്ട് ഈ ഒരു കേസിൻ്റെ അകത്ത് ഇരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ചാർജും ചെയ്യാം. സോ ഡിസൈൻ വൈസ് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഈ ഒരു കേസിൻ്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് നമ്മുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്നതും അത്ര വലുതായിട്ട് പൊങ്ങി നിൽക്കാത്തതും പോക്കറ്റിലൊക്കെ ഇടുന്ന സമയത്ത് വലുതായിട്ട് പൊങ്ങി നിൽക്കാത്തതുമാണ്. ഒരുപാട് പൊങ്ങി നിൽക്കുന്നുമില്ല, ഒരുപാട് താഴ്ന്നു നിൽക്കുന്നുമില്ല, ഒരു മീഡിയം റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് കംഫർട്ടബിൾ, നോട്ട് ടു കംഫർട്ടബിൾ, ഇറ്റ്സ് കംഫർട്ടബിൾ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് ഈ ഒരു ഇയർഫോൺ കാതുകളിലേക്ക് വെക്കുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമ്മുടെ കാതുകളിലേക്ക് അറ്റാച്ച് ആവുന്നുണ്ട്. എങ്ങനെയൊക്കെ തല കുലുക്കി കഴിഞ്ഞാലും ഇത് ഇളകി പോകത്തൊന്നുമില്ല. നല്ല ഫേം ആയിട്ട് തന്നെ നമ്മുടെ കാതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. സോ എല്ലാ സൈസിലുള്ളവർക്കും ഇത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ വെച്ച് നോക്കിയ സമയത്തും ഇതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വന്നിട്ടുണ്ടായത്. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് 5.0 ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല 450 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കേസിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. 6 മണിക്കൂർ വരെ പ്ലേ ബാക്ക് ടൈം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു റീചാർജബിൾ ബാറ്ററിയാണ്. അതുമാത്രമല്ല ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് 2x8mm ഡ്രൈവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിറിയും ഗൂഗിൾ അസിസ്റ്റൻറ്റും സപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് സിറിയനെയും ഗൂഗിൾ അസിസ്റ്റൻറ്റിനെയും വേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തുള്ള നോയ്സുകളൊന്നും നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്തൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. പിന്നീട് IPX7 വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ മഴയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരുന്നില്ല. ഇതിൻ്റെ ഇയർബഡ്സ് മാത്രമാണ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസ് വാട്ടർ പ്രൂഫ് അല്ല. സോ അതുകൊണ്ട് കേസ് മൊത്തത്തോടെ എടുത്ത് വെള്ളത്തിനകത്തിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അങ്ങനെ ചെയ്യരുത്. സോ സ്പെസിഫിക്കേഷൻ വൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഫിസിക്കൽ വൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് യൂസ് ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് പറഞ്ഞു തരാം. കാരണം അത് കാണാനായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും എത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ബേസ് ആൻഡ് ട്രെബിൾ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ട്രെബിളിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു എബോ ആവറേജ് ട്രെബിൾ മാത്രമാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ട്രെബിൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നില്ല. അതുമാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു എബോ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു വോയിസ് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നില്ല. ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ബാസോ ട്രെബിളോ അല്ല, ലൗഡ്നെസ്സും അല്ല. ക്വാളിറ്റി എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. ഇനി ബേസിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി ബേസ് ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിലുള്ള ബേസ് ക്ലെഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലെഫിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാലും മൊത്തത്തിൽ എപ്പോഴും അവർ ബേസ് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രെബിൾ എന്ന് പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിൽ എത്തിയിട്ടുമില്ല. ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാനൊരു എക്സ്പെക്ട് ചെയ്ത ലെവലിൽ എത്തിയിട്ടുമില്ല. ട്രെബിൾ ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഒരു എബോ ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തൊരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കാറുണ്ട്. ഞാൻ അതേപോലെ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ വോളിയം ഫുള്ളാക്കി വെക്കുക. ഫുള്ളാക്കി വെച്ചതിന് ശേഷം വോളിയം ഡൗൺ ബട്ടണിൽ 2 വട്ടം പ്രസ് ചെയ്യുക. 2 വട്ടം പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു 80% വോളിയം ലെവലിലേക്ക് നിൽക്കും. അതാണ് ക്ലെഫിൻ്റെ ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ട്രെബിൾ നല്ലതുപോലെ കിട്ടുന്നുണ്ട്, നമുക്ക് തോന്നിക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ടോപ്പിലേക്ക് വെക്കുന്ന സമയത്ത് ക്വാളിറ്റി നല്ലതുപോലെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ആകുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഞാൻ എൻ്റെ യൂസേജ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഈ സാധനം ഞാൻ കാതിൽ വെച്ചിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കേസിനകത്തേക്ക് ഊരി വെച്ചിട്ട് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് മറ്റ് ബ്ലൂടൂത്ത് ഇയർഫോൺസിൽ നിന്ന് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേസ് ഉള്ളത് കൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളൊരു ഡൗട്ട്, ഇത് ഏതെങ്കിലും ഒരെണ്ണം ഊരി പോകുമോ എന്നുള്ള കാര്യം. എനിക്ക് പേഴ്സണലി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത്ര വെയിറ്റ് ഒട്ടും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്മൂത്തായിട്ട് നല്ല കംഫർട്ടബിളായിട്ട് നമ്മളെ കാതിലിരിക്കുന്നുണ്ട്. ഷെയ്ക്ക് ചെയ്താൽ അതൊന്നും ഇളകി പോകുന്നുമില്ല. സോ അതിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വിധം ഒരു ഓവർവ്യൂ കിട്ടി കാണും. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് 4000 രൂപയ്ക്ക് ഇത് വർത്താണോ ഇല്ല എന്നുള്ള കാര്യം. സോ എൻ്റെ ഒരു യൂസേജ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ് 4000 രൂപയ്ക്ക് വർത്താണോ ഇല്ല എന്നുള്ളത്. 4000 രൂപ എന്ന് പറയുന്ന സമയത്ത് ഒരു ട്രൂലി വയർലെസ് ഇയർഫോൺസിൻ്റെ സെക്ഷനിൽ എല്ലാ ട്രൂലി വയർലെസ് ഇയർഫോൺസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4000, 3500 റേഞ്ചിലാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു കംഫർട്ടബിലിറ്റിയുടെ കാര്യത്തിലും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ക്ലെഫിൻ്റെ ഈ ഒരു ഇയർഫോൺസ് തരുന്നുണ്ട്. ഇപ്പോൾ വോയിസ് കോളിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവർ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വോയിസ് ഭയങ്കര മോഡുലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വിളിക്കുന്ന ആൾക്ക് കേൾക്കുന്നത്. അതായത് നമ്മുടെ റിയൽ വോയിസ്, ഞാനിപ്പോൾ എങ്ങനെ സംസാരിക്കുന്നു ആ ഒരു വോയിസിൻ്റെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു ഇയർഫോൺസ് ഓഡിയോ പിക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലൊരു റോബോട്ടിക് വോയിസ് എവിടെയൊക്കെ കേൾക്കാം. സോ അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി വൈസ് നല്ലതായിട്ടുണ്ട്, കേസ് ഡിസൈൻ വൈസ് നല്ലതായിട്ടുണ്ട്, സ്പെസിഫിക്കേഷൻ വൈസ് സൂപ്പർ ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. പിന്നീട് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു എബോ ആവറേജ്, അതിൻ്റെ ട്രെബിളിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു എബോ ആവറേജ്, ബേസിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു എക്സലൻറ്റ് ബേസ്, ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് 4000 രൂപയ്ക്ക് ഇത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഡെസിഷൻ പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഒരു 4000 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, 4000 രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്കൊരു ട്രൂലി വയർലെസ് ഇയർഫോൺസ് യൂസ് ചെയ്യണം, അതിൻ്റെ എക്സ്പീരിയൻസ് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ക്ലെഫ് എന്ന ബ്രാൻഡിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ബ്രാൻഡിൻ്റെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് ഞാനിത് കൊള്ളാമെന്ന് തന്നെ പറയും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു 5000, 6000 ഒക്കെ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പല ബ്രാൻഡിലേക്കും പോകാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി സൗണ്ട് ക്വാളിറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. എനിക്ക് ബേസ് കുറവാണെങ്കിലും കുഴപ്പമില്ല, ട്രെബിൾ കുറവാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സൗണ്ട് ക്വാളിറ്റി പക്കയായിരിക്കണം. അതിൽ എനിക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. സോ അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഇത്രയാണ് നമ്മുടെ ക്ലെഫിൻ്റെ ട്രൂലി വയർലെസ് ഇയർഫോൺസിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 5 ലക്ഷം സബ്സ്ക്രൈബർ ആവാറായിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും.